2026 നമ്മുടെ കാസർഗോഡ് വിദ്യാനഗർ എജുസൈൻ നമ്മുടെ ഒരു എജുസൈൻ അനുഭവത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം ആകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ വലിയ റെസ്പോൺസ് ഒക്കെ നമുക്ക് ഈ എക്സ്പോക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു കരിയർ എക്സ്പോയിലേക്ക് ഞാൻ വന്നത്. എജുസൈൻ്റെ ഇതിൽ നിന്നും എനിക്ക് എൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയാനും എന്തെടുക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ എക്സ്പോയിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ഏതാണ്ട് 4 വർഷത്തോളമായി നമ്മൾ എജുസൈൻ സംഘടിപ്പിക്കുന്നു. പിന്നെ കരിയർ കൗൺസിലിങ്ങും അതേപോലെ തന്നെ സ്കിൽ സ്ട്രീറ്റും അപ്സ്കില്ലിങ്ങും അതേപോലെ ഓണ്ടർപ്രണർഷിപ്പും ജോബ് ഫെയർ ഒക്കെ ആയിട്ട് വ്യത്യസ്ത തലങ്ങളിൽ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇങ്ങനെ വെഫിയുടെ വലിയ സ്വപ്നങ്ങൾ, അത് വിദ്യാർത്ഥികളുടെയും കൂടി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. ഇവിടെ കരിയറിനെ കുറിച്ചുള്ള മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഏത് എയിമിലേക്കാണ് എത്തേണ്ടത് അതെല്ലാം അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നതോടുകൂടി ഇൻഫർമേഷൻ കുട്ടികളുടെ കയ്യിലെത്തി, ഇൻഫർമേഷൻ നോളജ് ഒക്കെ അവർക്ക് ഇങ്ങനെ ജസ്റ്റ് അവരുടെ വിരൽത്തുമ്പിൽ എത്തി നിൽക്കാം. ഇത് കുട്ടികൾക്ക് കൂടുതൽ കരിയർ രംഗത്ത് പോലും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ ഒരു കൃത്യമായ കരിയറിലേക്ക് നമുക്ക് നിർണ്ണയിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോ എജുസൈനിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ തന്നെ ഒരു കോർണർ ഇവിടെ ഉണ്ട്. ഇവിടെ അവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടൊക്കെ പിന്നെ ടെസ്റ്റ് ചെയ്ത് അത് ഇവിടുത്തെ കരിയർ കൗൺസിലോട് ആ ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ച് അവർക്ക് സംസാരിക്കാനും ഇവിടെയുള്ള ഏതാണ്ട് 32ഓളം വ്യത്യസ്ത കരിയർ ഏരിയകളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസൾട്ട് ചെയ്യാൻ പറ്റും. പലപ്പോൾ ഈ ഓണ്ടർപ്രണർഷിപ്പ് രംഗത്തേക്ക് കുട്ടികൾ വരുന്നത് ഈ ഇൻഡിപെൻഡൻസി ആഗ്രഹിച്ചുകൊണ്ടാണ്. നല്ല ആശയങ്ങളും നല്ല ഐഡിയകളും ഒക്കെ ഉള്ള കുട്ടികൾ തന്നെ ഇന്നും നമ്മുടെ പിന്നെ ലോഞ്ച് പാഡിൽ ഓണ്ടർപ്രണർഷിപ്പ് ലോഞ്ച് പാഡിൽ വരികയും നമ്മുടെ വിദഗ്ധരുമായിട്ടൊക്കെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്തു. എജുസൈൻ്റെ ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റിൽ ജസ്റ്റ് പങ്കെടുത്ത് ഇറങ്ങിയതേ ഉള്ളൂ. വളരെ മികച്ച ഒരു സെഷനായിരുന്നു. പാനൽ എക്സ്പേർട്സ് ഒക്കെ ആ മേഖലയിൽ നല്ല കഴിവുള്ളതും നല്ല രീതിയിൽ അഡ്വൈസ് തരാൻ പറ്റിയ ആൾക്കാരായിരുന്നു. പ്രധാനമായും ഇത്തരം കരിയർ ഇവന്റുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് യങ്ങർ ജനറേഷന് വേണ്ടിയാണ്. നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ ഇൻഡിപെൻഡന്റ് ആണ് അതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഏറ്റവും ആഗ്രഹം എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആയി അവരുടെ ഇഷ്ടാനുസരണം ഒരു മേഖലയിൽ അവരുടെ ജീവിതം സ്പെൻഡ് ചെയ്യണം. സ്കിൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞത്, സ്കില്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതാണ്ട് 10ഓളം സ്റ്റാളുകൾ വ്യത്യസ്ത സ്കില്ലുകൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നത് എജുസൈൻ ഇങ്ങനെ കുട്ടികളെ പിന്നെ ഇതിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത പോലത്തെ ഒരു താല്പര്യം ജനിപ്പിക്കാൻ പറ്റുന്നുള്ള, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു താല്പര്യമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നിങ്ങൾ എത്ര ബുദ്ധിമാനാണെങ്കിലും ഒരു ഇന്റേണലി ഒരു താല്പര്യം ഇല്ലെങ്കിൽ ഒരു മോട്ടീവ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ അർത്ഥത്തിൽ എജുസൈൻ വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്. ഇവിടെയുള്ള ഓരോ ക്യാബിനുകളും ഓരോ ഏരിയകളും നമ്മൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ കുട്ടിയുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് വരാൻ ഉതകുന്ന തരത്തിലുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ റോബോട്ടുകളുണ്ട്, VR ഹെഡ്സെറ്റുകൾ, ഒരുപാട് നല്ല അനുഭവങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ എക്സ്പോ ആയിട്ട് ഇത് മാറി.